സുഹൃത്തുക്കളെ, ഞാൻ ശ്രീ BRP ഭാസ്കറെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വായിച്ചറിഞ്ഞതും തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു പത്രപ്രവർത്തകനും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭാശാലിയായിരുന്ന അദ്ദേഹത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞ കാര്യങ്ങളും അത് കണ്ടംപററി ജേർണലിസ്റ്റിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചുരുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസ് റൂം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ പുസ്തകം. ആ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സംശയം എന്നുള്ളത്, അദ്ദേഹം ഒരു ഡിനോസർ ഏജ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഏജിലെ അതായത് 1950-കളിലാണ് അദ്ദേഹം പത്രപ്രവർത്തനം തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ ഒരു ഡിനോസറെ പോലെ ഒരു സ്റ്റോൺ ഏജിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്കെന്തെങ്കിലും എൻ്റെ ഓർമ്മകൾക്ക് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്നൊരു സംശയം പ്രകടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ന്യൂസ് റൂം എന്നതിൻ്റെ ആമുഖം തുടങ്ങുന്നത്. പക്ഷെ അതിലെ പല സംഭവങ്ങളും നമ്മൾ വായിക്കുമ്പം അത് എത്രമാത്രം റെലവൻ്റ് ആണ്, അതൊരിക്കലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആ ആമുഖത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ചില മൂല്യങ്ങൾ അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. സത്യം, ധർമ്മം, നീതി, അത് പത്രപ്രവർത്തനത്തിന്റെ മാത്രം മൂല്യങ്ങളല്ല. നമ്മുടെ ഒരു പൗരന്റെ ഓരോ ജീവിതത്തിൽ ഓരോ ചുവടുവയ്പ്പിലും നമ്മളെ സ്വാധീനിക്കേണ്ട മൂല്യങ്ങൾ തന്നെയാണ്. അത് ജേർണലിസ്റ്റിലും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉപരിയായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നത് ഞാൻ വായിക്കുമ്പോൾ അത് വീണ്ടും കണ്ടംപററി ഇപ്പോൾ നടക്കുന്ന ജേർണലിസവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ 1-2 സംഭവങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കാം. ഒന്ന്, അദ്ദേഹം ഹിന്ദുവിൽ സബ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ട്രെയിനി ജേർണലിസ്റ്റ് കഴിഞ്ഞ് ഏറ്റവും ജൂനിയറായ പോസ്റ്റാണ് സബ് എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ സബ് എഡിറ്ററിന് സാധാരണ വലിയ വോയിസ് ഒന്നും ഒരു ന്യൂസ് റൂമിൽ കാണാറില്ല. പറയുന്നത് അതുപോലെ കേൾക്കുക എന്നുള്ള ഒരു ജോലിയാണ് സബ് എഡിറ്റേഴ്സിൻ്റെ ജോലി. അപ്പോൾ ഇദ്ദേഹം അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സബ് എഡിറ്റേഴ്സായിട്ട് ജോലി തുടങ്ങുമ്പം ആദ്യം ട്രെയിനി ആയിരിക്കും. വല്ലപ്പോഴും നമുക്കൊരു ഒരു കോപ്പി എഡിറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അത് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അവജ്ഞയോട് പറയുന്ന മെഫൂസിൽ കറസ്പോണ്ടൻസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പം അങ്ങനെ പറയാറില്ല. ഇപ്പം ഡിസ്ട്രിക്ട് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഉൾനാടുകളിൽ നിന്ന്, ഇപ്പം തിരുവനന്തപുരം പോലെ നഗരത്താണെങ്കിൽ ഇപ്പം വയനാട്ടിൽ ഏതെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു മലപ്പുറത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഈ വാർത്തകൾ ഇതായിരിക്കും ആദ്യം സബ് എഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. അതായത് റിസ്ക് ഇല്ലാത്ത, ചിലപ്പോൾ അത് മിക്കവാറും പബ്ലിഷ് പോലും ചെയ്യാൻ, നമ്മൾ ജോലി ചെയ്യും, നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ഇടും, പക്ഷെ ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പോലും സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ ഒരു കോളമായിട്ട് അകത്ത് പോലും പോകും. റിസ്ക് ഇല്ലാത്ത. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അവരുടെ എനിക്ക് തോന്നുന്നു മൈസൂറിലൊരു ഗ്രാമത്തിലെ ഒരു കറസ്പോണ്ടന്റ് ഒരു സ്റ്റോറി അയച്ചു. അത് അവിടെ ഒരു അത്ഭുത ബാലിക, അതായത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷെ പല ദിവസങ്ങളായിട്ട്, പക്ഷെ അതിനൊരു ക്ഷീണവുമില്ല, അത് സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അപ്പോൾ അത് ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ സി രാജഗോപാലയുടെ മകൻ കൃഷ്ണസ്വാമി, വെരി ഹിന്ദുവിലെ ഒരു വളരെ വളരെ പ്രമുഖനായ, അന്ന് ന്യൂസ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ എഡിറ്ററിനെക്കാട്ടി പവർഫുൾ. അങ്ങനെ എഡിറ്ററിന് പലപ്പോഴും വാർത്ത ന്യൂസ് റൂമിനകത്ത് റോളില്ല, പോളിസി മാത്രം സെറ്റ് ചെയ്യാൻ പോകുള്ളൂ. ന്യൂസ് റൂമിലെ അധിപൻ എന്ന് പറഞ്ഞാൽ ഏകാധിപൻ എന്ന് വേണമെങ്കിലും പറയാം ന്യൂസ് എഡിറ്റർ പറയുന്നതിനപ്പുറം പിന്നെ ദർ ഇസ് നോ അതർ വോയിസ്. അപ്പോൾ ഈ BRP അദ്ദേഹം ആലോചിക്കണം, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള BRP ഈ ന്യൂസ് എഡിറ്റർ പോയി പറയുന്നു, ഈ വാർത്ത കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മളിത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല. അതായത് ഒരു കുട്ടി അത്ഭുത ബാലിക പല ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, പക്ഷെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ന്യൂസ് എഡിറ്റർ കൃഷ്ണസ്വാമി, അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല, ദിവസത്തിൽ നമ്മൾ ഏകദേശം 130-140 കോപ്പികൾ ഒരു ന്യൂസ് എഡിറ്ററിന് കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഹിന്ദു പോലെ പത്രമാകുമ്പോൾ കൂടുതലായിരിക്കും. ഒരു ചെറിയ പത്രമായ ടെലിഗ്രാഫിൽ ഞാൻ പറയണം ഏകദേശം 140 കോപ്പികളിലൊന്ന് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇംപ്രഷൻ ആവും, സമയമില്ല, ഡെഡ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ജൂനിയറായിട്ട് ആളുകൾ പറയുമ്പോൾ നമ്മൾ അക്ഷമരായിട്ട് അത് കുഴപ്പമില്ല, ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അത് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞിട്ട് അത് ഹിന്ദു റെസ്പോൺസിബിളായിട്ട് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊരു ന്യൂസ് ആയിരുന്നു. പക്ഷേ മറ്റ് ദേശീയ പത്രങ്ങളും റോയിട്ടേഴ്സും ന്യൂസ് ഏജൻസിയും പിറ്റേ ദിവസം അതെടുത്ത ലോകം മുഴുവൻ അങ്ങനെ ഒരു വാർത്തയായി, ഇന്ത്യയിൽ ഒരു അത്ഭുത ബാലിക. അതേസമയത്ത് നമ്മുടെ പാർലമെന്റ് സെഷൻ നടക്കുകയാണ്, 52-53 അപ്പോൾ അന്ന് ഇന്ത്യയിൽ വലിയ ക്ഷാമം നടക്കുന്ന, ഭക്ഷ്യക്ഷാമമുള്ള സമയമാണ്. അപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ഫോമുല എന്തുകൊണ്ട് നമുക്ക് അന്വേഷിച്ചുകൂടെ, ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് ഭക്ഷ്യക്ഷാമം ഇവിടെ അത് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾക്ക് ചിരിക്കു തോന്നും, പക്ഷെ ആലോചിക്കണം, ഒന്ന് പറയുന്നത് അന്നത്തെ പത്രത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ഒരു പത്രം ഒരു വാർത്ത പബ്ലിഷ് ചെയ്താൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉടനെ പിറ്റേ ദിവസം അതിനെക്കുറിച്ച് ചർച്ച. നമുക്ക് ഇന്നറിയാം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച നടക്കുന്നില്ല. രണ്ടാമത് ഏറ്റവും അതുപോലെ പത്രത്തിന്റെ ശക്തി മാത്രമല്ല, നമ്മുടെ പാർലമെന്റേറിയൻസിന്റെയും റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ചിഹ്നമാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നെഹ്റു എണീറ്റ് നിന്ന് നേരിട്ട് പറഞ്ഞു, ഞാനത് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാം എന്ന്.
അപ്പൊ ഇത് തന്നെ ഒരു വലിയൊരു ആലോചിച്ച് നോക്കും. നമ്മൾ ഇന്നത്തെ എത്ര പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പത്രത്തിലെ ഒരു വാർത്ത കൊണ്ടൊരു അന്വേഷണത്തിന് ഉത്തരവിടും എന്നുള്ള ആലോചിച്ച് നോക്കും, ഒരു പത്രത്തിലെ വാർത്ത കണ്ട്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത്ഭുത ബാലിക ഉണ്ടാകാൻ വഴിയില്ല. അന്ന് രാത്രി ഈ ഡോക്ടേഴ്സ് അവിടെ പോയി താമസിച്ചു അന്വേഷിക്കാൻ വേണ്ടി. അവർ താമസിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ ഈ കുട്ടിയുടെ അമ്മാവൻ ഒരു ഭക്ഷണം ഉടുപ്പിനകത്ത് ഒളിച്ചു വെച്ച് അകത്തോട്ട് കൊണ്ടുവന്ന ഒരു കൈയോട് പിടികൂടി. ഈ സ്റ്റോറി പോയി. അപ്പം ഇതൊരു പാഠം. അപ്പം ഞാൻ കണ്ടംപററിയിലോട്ട് വരാൻ പറഞ്ഞ ഈ 52 നിന്ന് അത്ഭുത ബാലിക എന്ന സ്റ്റോറി ഒരു 1.5 ദിവസം കൊണ്ട് പോയി സംഭവിച്ചു. എന്നാൽ 2013 ഇന്ത്യയിൽ ഒരു അത്ഭുത ബാലന്റെ ഉയർച്ച വന്നു. ബാൽ നരേന്ദ്ര എന്ന് പറയുന്ന 8ാം വയസ്സിൽ മുതകളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അമ്മ പറഞ്ഞു, മകനെ നീ അങ്ങനെ ചെയ്യരുത്, മുതലേ നീ തിരിച്ചു കൊണ്ടുപോയി ഇടൂ എന്ന് പറഞ്ഞ് അനുസരണനായ ബാലൻ 2013 ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു പത്രം, ഇംഗ്ലീഷ് പത്രം ഇന്ത്യ എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആ പത്രത്തിന്റെ സൺഡേ എഡിഷൻ, ഏറ്റവും പ്രചാരമുള്ള 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള സൺഡേ എഡിഷനിൽ ഫ്രണ്ട് പേജിൽ റാംബോ മോദി റെസ്ക്യൂസ് 15,000 പിൽഗ്രിംസ് ഇൻ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി പബ്ലിഷ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് പറയുന്നത് 80 ഇന്നോവ കാറുകളിൽ നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ. 2013 നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി എല്ലാ സന്നാഹവും എടുത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പെരുമാറുകയാണ്. അതായത് അല്ലെങ്കിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന രീതിയിൽ പെരുമാറുകയാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞത് 80 ഇന്നോവ കാറുകളിൽ 15,000 ഉത്തരാഖണ്ഡിൽ സ്റ്റക്കായ 15,000 പേര് ഗുജറാത്ത് മുഖ്യമന്ത്രി കേദാർനാഥിൽ നിന്ന് ഡെറാഡൂണിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് 75 ബസ്സുകളിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തുള്ള ഭയങ്കരമായ വാർത്ത. അപ്പൊ ഈ വാർത്ത വന്നു കഴിഞ്ഞ ശേഷം അതേ പത്രത്തിലെ അവരെക്കൊണ്ട് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല, 2 ദിവസം കഴിഞ്ഞ് അതേ പത്രത്തിന്റെ അകത്ത് ഉൾപേജിൽ ഒരു വാർത്ത വന്നു. ഈ 15,000 പേരെ 80 ഇന്നോവയിൽ കൊണ്ടുവരണമെങ്കിൽ ഈ 80 ഇന്നോവകൾ 121 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. 121 ട്രിപ്പ് ചെയ്യണമെങ്കിൽ 233 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 23 ദിവസം വേണം. ഇതെങ്ങനെ നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു എന്നതൊരു അത്ഭുതം. പക്ഷെ ഈ അത്ഭുതത്തിന് നമ്മൾ ഒരിക്കലും അത്ഭുതമെന്ന് വിളിച്ചിട്ടില്ല. ആ മിത്ത് മേക്കിംഗ് അന്ന് 2013 ഈ ആദ്യത്തെ സ്റ്റോറിയിലൂടെ വന്ന നരേന്ദ്രമോദിയുടെ മിത്ത് മേക്കിംഗ് പിന്നെ ഓരോ ദിവസവും ഇന്ത്യൻ പത്രങ്ങൾ ആ മിത്തുകൾക്ക് അവസാനം അത് എത്രമാത്രം വഷളായി എന്നുള്ളതിന്റെ ഞാൻ പറഞ്ഞത് ഇതൊരു തമാശയല്ല. വഷളായി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഇത്തവണത്തെ ഏറ്റവും അപഹസിക്കപ്പെട്ട ഒരു പരസ്യം പാപ്പാനെ വാർ രുക്വാദി എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഇതേ അത്ഭുതമാണ് അദ്ദേഹം ഉക്രൈനിൽ യുദ്ധം നിർത്തി നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാനും അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പൊട്ടക്കഥയാണ്, ഇതൊരു തെറ്റായ ഇതാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള എത്ര പത്രങ്ങൾ ഇവിടെ ഉണ്ടായി? അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ പിന്നീട് അദ്ദേഹം ഒരു അന്വേഷണം ഇങ്ങനെ അത്ഭുത ബാലൻ ഇങ്ങനെ ചെയ്തോ എന്നുള്ള ധൈര്യം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് PRP പറഞ്ഞ ആ കഥ അതിൻ്റെ റെലവൻസ് ഇപ്പോഴും, അതായത് ഒരു സബ് എഡിറ്റർ, ഒരു പത്രപ്രവർത്തകന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കിട്ടുന്ന ഫാക്ട്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ അരിത്മെറ്റിക് ആയിരുന്നു. ഈ റാംബോ ചെയ്ത 15,000 പേരെ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഈ അത്ഭുത ബാലികയുടെ കാര്യം വീണ്ടും ചിലപ്പോൾ പറ്റുമായിരുന്നു, നമുക്കറിയില്ല. ചിലർക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണമില്ലാതെ കുറേ ദിവസമൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷേ ഇത് യാതൊരു രീതിയിലും സാധ്യമല്ലാത്തത്, യാതൊരു രീതിയിൽ ചെക്കും ചെയ്യാതെ ഇന്ത്യയിൽ ഏറ്റവും റിസോഴ്സ് ഉള്ള ഒരു പത്രം, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു പത്രം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്ന BRPയുടെ റെലവൻസ് നമ്മുടെ അവിടെ കാണുകയാണ്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട ഒരു കഥ അദ്ദേഹം പറയുന്നത് അതേ ചാപ്റ്ററിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഫ്രാങ്ക് മൊറേസ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു എഡിറ്റർ ഫ്രാങ്ക് മൊറേസ് നെഹ്റുവിനെ കുറിച്ചൊരു ബയോഗ്രാഫി എഴുതി. ആ ബയോഗ്രാഫിയിൽ അതാദ്യം അന്നൊക്കെ ഈ ഫോറിൻ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഒരാഴ്ചയുടെ ലാഗ് വരും. ആദ്യം വാഷിംഗ്ടണിൽ ബുക്ക് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ലണ്ടനിൽ ബുക്ക് റിലീസ് ചെയ്യും. ഇന്ത്യയിൽ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഫോറിൻ കറസ്പോണ്ടൻസ് അവിടെ നിന്ന് ആ പുസ്തകം വാങ്ങിച്ചിട്ട് അന്ന് രാത്രി തന്നെ ഇരുന്ന് വായിച്ചിട്ട് പിറ്റേ ദിവസം ആ പുസ്തകങ്ങളെ കുറിച്ച് എഴുതും. അപ്പോൾ ഇതിനകത്ത് അതെനിക്ക് തോന്നുന്നു ബലറാം എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ഹിന്ദുവിൻ്റെ ഫോറിൻ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം ആണ് ഈ സ്റ്റോറി എഴുതിയത്. അപ്പോൾ അദ്ദേഹം എഴുതി ഇതുവരെ നെഹ്റുവിനെ കുറിച്ചോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി പദത്തിന് തൊട്ടുള്ള പല കാര്യങ്ങൾ, നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, നെഹ്റു മൗണ്ട് ബാറ്റന് കണ്ട്, അന്ന് അദ്ദേഹം ഗവർണർ ജനറലാണ് ലോർഡ് മൗണ്ട് ബാറ്റനെ കണ്ടിട്ട് ക്യാബിനറ്റ് ലിസ്റ്റ്, അപ്പം നമ്മൾ ഇന്നലെ കണ്ടു നമ്മുടെ സ്വേറിംഗിൻ, അതുപോലെ ഒരു സ്വേറിംഗിൻ 1947
സുവറിങ്ങിൻ്റെ തലേ ദിവസം നെഹ്റു മൗണ്ട് ബാറ്റനെ കണ്ട് ഒരു കവർ കൊടുക്കുന്നു. കവറിനകത്ത് ക്യാബിനറ്റ് ലിസ്റ്റാണ്. അപ്പം മൗണ്ട് ബാറ്റൻ കവർ തുറന്ന് നോക്കുമ്പം അതിനകത്തൊരു ബ്ലാങ്ക് പേപ്പർ. അപ്പം അത് മനഃപൂർവ്വം ചെയ്താണോ അതോ നെഹ്റുവിൻ്റെ ഓഫീസിൽ ആർക്കെങ്കിലും അബദ്ധം പറ്റിയാണോ എന്നൊക്കെ പറയാൻ പിന്നെ അഭ്യൂഹങ്ങളുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം ബൽറാം പറഞ്ഞു ഇതൊരു പുതിയ കാര്യമാണ്. അപ്പം ഈ സ്റ്റോറി വന്നത് ഇത് മറ്റൊരു ഇന്ത്യൻ ന്യൂസ് മീഡിയയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു, ഞാൻ അപ്പാർത്തൈഡ് എന്ന് തന്നെ വിളിക്കുക, അതായത് വിദേശകാര്യ ലേഖകന്മാർ എഴുതുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ ഏറ്റവും ജൂനിയറായ സബ് എഡിറ്റേഴ്സിനാണ് കൊടുക്കുക. കാര്യം ഒരു വാക്ക്, ഒരു കോമയോ, ഒരു മിസ്റ്റേക്ക് പോലും തിരുത്താനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വെറുതെ സീനിയർ ടാലന്റിനെ വേസ്റ്റ് ചെയ്യുന്ന ജൂനിയേഴ്സിന് കൊടുക്കും? കാര്യം വിദേശ പത്രക്കാരെന്തോ ഭയങ്കര, അവർക്കെന്തോ നമ്മൾക്കൊന്നും ഇല്ലാത്ത എന്തോ 3 കൊമ്പുണ്ടെന്നോ അവർ പറയുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടുന്നു, ചെക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു അലിഖിത നിയമം, ഒരു അപ്പാർത്തൈഡ്. അതിന് പ്രധാന കാരണം അന്ന് ഇക്കാലത്ത് മാറി, അന്ന് പല വിദേശകാര്യ ലേഖകന്മാരും മിക്കവാറും മുതലാളിമാരുടെ നെവ്വിയോ കസിനോ ഭാര്യയുടെ അല്ലെ മകളുടെ ഭർത്താവിൻ്റെ അനിയനോ അങ്ങനെ ആരെങ്കിലും കുടുംബാംഗമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് ചേഞ്ച് ചെയ്യാൻ. അല്ല, ഈ ബൽറാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഈസ് എ ഗുഡ് ജേർണലിസ്റ്റ്. പക്ഷേ BRP സബ് എഡിറ്റർ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല, ഞാൻ ഇതിനെക്കുറിച്ച് എവിടെ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കൃഷ്ണസ്വാമി പറഞ്ഞു ഇല്ല, ബൽറാമിന് ഒരിക്കലും തെറ്റ് പറ്റൂല, യു ഗോ ഹെഡ്. അപ്പം പക്ഷേ BRP അതാണ് ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് റാങ്ക് ശരിക്കും പറഞ്ഞാൽ പത്രത്തിൽ 2 റാങ്കേ ഉള്ളൂ, സബ് എഡിറ്ററും റിപ്പോർട്ടറും. ബാക്കി അസോസിയേറ്റ് എഡിറ്റർ എന്നൊക്കെ വെറുതെ ഭംഗിക്ക് പറയുന്നതാണ്. ഈ 2 റാങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി സംശയിക്കുക എന്നുള്ള കാര്യം, ഡൗട്ട് എവറിത്തിങ്, ആരെയും വിശ്വസിക്കരുത്. അല്ലെങ്കിൽ വിശ്വസിച്ചാൽ വെരിഫൈ എന്നുള്ള, ട്രസ്റ്റ് ബട്ട് വെരിഫൈ. മൻമോഹൻ സിംഗ് എപ്പോഴും പറയുന്ന ഒരു ട്രസ്റ്റ് ബട്ട് വെരിഫൈ എന്നുള്ള ഇത് ഏറ്റവും കോറായിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ നമ്മൾ ഒരിക്കലും യു ഷുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള. അപ്പം BRP ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൃഷ്ണസ്വാമിക്ക്, പക്ഷേ കൃഷ്ണസ്വാമിയുടെ കൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അംഗീകരിച്ചപ്പോൾ അങ്ങനെയാണ് ശരി, യു ഗോ ടു ലൈബ്രറി ആൻഡ് ഫൈൻഡ് മീ സം എവിഡൻസ്. കാരണം അന്നത്തെ ഹിന്ദു ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈബ്രറീസ്. അവർക്ക് അവിടെ ഇല്ലാത്ത പുസ്തകങ്ങളില്ല. അപ്പം BRPക്ക് പക്ഷെ ഓർമ്മയില്ല എവിടെ നിന്നാണെന്ന്. പക്ഷെ ലൈബ്രറി ഇരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കത്തി, അത് ഹിന്ദു പത്രത്തിൽ തന്നെ അദ്ദേഹം വായിച്ചതാണ്. അതാണ് എൻ്റെ രസം. ഹിന്ദുവിൻ്റെ വിദേശകാര്യ ലേഖകൻ അദ്ദേഹത്തിൻ്റെ പത്രം എത്രമാത്രം സീരിയസ് വായിക്കുന്ന അറിയില്ല. പക്ഷേ ഹിന്ദുവിന് അന്ന് ജോലി ചെയ്യാത്ത കേരളത്തിൽ വിദ്യാർത്ഥിയായ BRP ഭാസ്കർ വായിച്ച അദ്ദേഹം ഓർമ്മയാണ്. അത് മൗണ്ട് ബാറ്റൻ്റെ പ്രസ് അറ്റാഷെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് അലൻ കാമ്പബിൾ ജോൺസന്റെ മിഷൻ വിത്ത് മൗണ്ട് ബാറ്റൻ എന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഹിന്ദു സീരിയലൈസ് ചെയ്തിരുന്നു. അപ്പം അന്ന് വിദ്യാർത്ഥിയായ BRP വായിച്ച ഓർമ്മയാണ് അദ്ദേഹം. അത് ഹിന്ദുവിൻ്റെ കാശ് കൊടുത്ത് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്, ബൽറാമിന് ശമ്പളം കൊടുത്ത്, ബൽറാമിൻ്റെ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു റീഡ് ഇറ്റ്. അദ്ദേഹം അത് വായിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാമ്പബിൾ പറയുന്നുണ്ട്, ഈ സംഭവം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം കൃഷ്ണസ്വാമി പറഞ്ഞു യു കട്ട് ഇറ്റ് ഔട്ട് ഓഫ് ആ സ്റ്റോറി, അത് ചെയ്യാതെ പോയി. അപ്പോൾ ഇതിൻ്റെ കണ്ടംപററി ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചരിത്രത്തെ പുച്ഛിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക ഐഡിയോളജി ഉള്ള അതായത് എന്ത് അക്കാഡമിക് ആയിട്ടുള്ള എന്ത് അച്ചീവിനെ കുറിച്ചുള്ള പറഞ്ഞാൽ അതൊരു എലീറ്റിസമാണ്, അല്ലെങ്കിൽ ഖാൻ മാർക്കറ്റ്. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും അവരെ പരിഹസിക്കാറുണ്ട്. എന്തെങ്കിലും അക്കാഡമിക് ആയിട്ടുള്ള കാര്യമില്ല, അത് ഖാൻ മാർക്കറ്റ് എലീറ്റിസമാണെന്നുള്ളത്. ചരിത്രം ഒരിക്കലും എലീറ്റിസം അല്ല. ഒരു പത്രപ്രവർത്തകന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ചരിത്രബോധം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ്. ഇതില്ലാതെ പോകുന്ന ഒരു സമൂഹത്തിൽ എന്ത് സംഭവിക്കാം എന്നും കൂടി ഞാൻ കണ്ടംപററി ഇതൊരു കാമ്പബിളിന്റെ ഒരു വളരെ നിരുപദ്രവമായ കാര്യമാണ്. ഹിന്ദു പബ്ലിഷ് ചെയ്തെങ്കിലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അതേസമയം കഴിഞ്ഞ വർഷം കർണാടകത്തിലെ ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് കർണാടക സൊസൈറ്റിയിൽ 2 പേരുടെ പേര്, അതായത് യൂറി ഗൗഡ, നഞ്ചഗൗഡ എന്ന് പറഞ്ഞ 2 ഗൗഡ, ആരും കേട്ടിട്ടില്ലാത്ത 2 ഗൗഡന്മാർ. ആരാണ് ഇവർ? അതൊരു വലതുപക്ഷ ഒരു നറേറ്റീവ് അനുസരിച്ച് ടിപ്പു സുൽത്താനെ വധിച്ചതാരാണെന്ന്, നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരാണ് വധിച്ചതെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഈ ടിപ്പു സുൽത്താനെ വധിച്ചത് ഈ 2, എനിക്ക് തോന്നുന്നു ലിംഗായത്ത് ലീഡേഴ്സ് എന്നാണ് അവർ പറഞ്ഞത്. ഈ നഞ്ചഗൗഡ, യൂറി ഗൗഡ എന്നുള്ള 2 പേര്. ഇത് വളരെ കൗശലപൂർവ്വം ഏറ്റവും ഡയബോളിക്കലായിട്ടുള്ള, ഇത് ഏറ്റവും കുത്സിതമായ രീതിയിൽ വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ റൈറ്റ് വിങ് ഉണ്ടാക്കിയ ഒരു നറേറ്റീവാണ്. അതായത് ടിപ്പു സുൽത്താൻ ഒരു മുസ്ലിം, ഈ നഞ്ചഗൗഡ, യൂറി ഗൗഡ എന്ന് പറഞ്ഞ 2 സഹോദരന്മാരൊന്നും അന്ന് പറഞ്ഞ ഒക്കലിഗക്കാർ, അവരാണ് ഇദ്ദേഹത്തെ വധിച്ചത്, അതുകൊണ്ട് അവർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത്, ഒരു നരേറ്റീവ്. അപ്പോൾ ആദ്യമൊന്നും ആരും ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഒരു യോഗത്തിന് വേണ്ടി ആ ഏരിയയിൽ വന്നപ്പോൾ 4 ആർച്ച്
അവിടെ വലിയ ആർച്ച്, ഒരുപാട് കാശുള്ളതുകൊണ്ട് ആർച്ചും കാര്യങ്ങളൊക്കെ അവർക്ക് മറ്റുള്ളവരെക്കാട്ടി ചെയ്യാൻ പറ്റും. അപ്പം ഈ 4ാമത്തെ ആർച്ച് ഈ യൂറി ഗൗഡയും നഞ്ചഗൗഡയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആർച്ചായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം പിറ്റേ ദിവസമാണ് മീറ്റിംഗ്. അപ്പോൾ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയമില്ല, ആ മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി ഇവരെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, ഇവരെ ഗ്ലോറിഫൈ ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം 4-4:30 അപ്പോൾ ഈ ദിന എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ ഒരു ജേർണലിസം ഒരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്, അതിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ പറയാൻ എനിക്ക് സമയമില്ല. ഒരു എക്സെപ്ഷണലി അൺയൂഷ്വൽ ഒരു ഇനിഷ്യേറ്റീവാണ് ജേർണലിസത്തിൽ ഈ ദിന എന്ന് പറഞ്ഞ് കുറേ ചെറുപ്പക്കാർ ചേർന്ന്. അപ്പം അവർക്ക് ചരിത്രബോധമുണ്ട്. അപ്പോൾ അവർ ആ ദിവസം മുഴുവൻ കോൺസ്റ്റൻ്റ്ലി അവരൊരു 6-7 ഡിസ്കഷൻസ്, സ്റ്റോറീസ്, അതായത് ഈ ആരാണ് ഈ നഞ്ചഗൗഡ യൂറി ഗൗഡ എന്നുള്ളത് അവർ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ ഒരു രണ്ടുപേരില്ല. കർണാടക എന്ന് പറഞ്ഞ സംഭവത്തെ അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി പിറ്റേ ദിവസം ഏകദേശം മണിക്കൂറുകൾക്ക് പ്രധാനമന്ത്രി ആ സദസ്സിലെത്തുമ്പോൾ ഈ 4ാമത്തെ ആർച്ച് അപ്രത്യക്ഷമായിരുന്നു, BJP എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ പറയുന്നത് ചരിത്രബോധം എന്നുള്ളത് ജേർണലിസത്തിൽ ഇപ്പോൾ 1952 എത്രമാത്രം റിലവൻ്റ് ആണോ, പ്രത്യേകിച്ച് അതിനേക്കാൾ റിലവൻ്റ് ആണ്. കാര്യം അന്ന് ഹിന്ദു ഈ BRPയുടെ ചരിത്രബോധം ഇല്ലാഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചില്ലെങ്കിലും അത് ആ വാർത്ത ക്യാരി ചെയ്തുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ നഞ്ചഗൗഡ യൂറി ഗൗഡ എന്ന് പറഞ്ഞ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനെ അതിനൊരു കൂടുതൽ കറൻസി ഗെയിൻ ചെയ്തിരുന്നെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ കർണാടകയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം പോളറൈസേഷൻ വളരെ നമുക്കറിയാം, ഹിജാബിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെ കഴിയുന്നത്ര രീതിയിൽ സമൂഹത്തിനെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട വന്ന സ്ഥിതിക്ക് അത് പ്രത്യാഘാതങ്ങൾ വളരെ ഇറ്റ് കുഡ് ഹാവ് ബീൻ വെരി ഗ്രേവ് എന്നുള്ളത്. അപ്പോൾ ചരിത്രബോധം എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. BRP ഭാസ്കറിൻ്റെ നേരിട്ടുള്ള അദ്ദേഹം റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ അദ്ദേഹം മധ്യപ്രദേശിൽ ഒരു ഇലക്ഷൻ കവർ ചെയ്യാൻ പോയ സമയത്താണ് മധ്യപ്രദേശിൽ ഒരു ഗ്രാമം, ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കുറേ മലയാളി കർഷകരെ അവിടെ കുടിയേറി അവിടെ പാർപ്പിച്ചിരുന്നു. കളക്റ്റീവ് ഫാമിംഗ് ആയിട്ട് തുടങ്ങിയതിനു ശേഷം ഫാമിംഗ് ആയിട്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി, BRP ഭാസ്കർ അവിടെ പോയിട്ട് അവിടെ പോയി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്, മലയാളി കർഷകർക്ക്. അപ്പോൾ BRP ഭാസ്കറിൻ്റെ ഒരു വലിയൊരു ഒരു ഗുണം എന്ന് പറയുന്നത് ഈസ് വെരി ഫെയർ. നമ്മൾ ന്യൂട്രൽ അല്ല കേട്ടോ, ന്യൂട്രലും ഫെയറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ന്യൂട്രൽ ജേർണലിസ്റ്റിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഫെയർ ജേർണലിസം പറഞ്ഞാൽ രണ്ട് വശവും കേൾക്കുക, രണ്ട് വശത്തിന് എന്തെങ്കിലും അല്പമൊക്കെ ശരിയുണ്ടെങ്കിൽ ആ ശരിയെല്ലാം അതിനുവേണ്ടി വോയിസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ BRP ഭാസ്കർ മനസ്സിലായി ഈ മലയാളി കർഷകർ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനകത്തും അവർ ചെയ്യുന്ന രീതികളിലും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം വളരെ ഗഹനമായ വളരെ സീരിയസ് ആയിട്ടൊരു ആർട്ടിക്കിളാണ് വേണ്ടതെന്നുള്ളത് വെച്ചാൽ അദ്ദേഹം തിരിച്ച് മദ്രാസിൽ വന്നു. പക്ഷെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ അന്ന് ഹിന്ദു കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൽഹി എഡിഷൻ എന്നുള്ളത്, ഹിന്ദു അന്ന് അറിയപ്പെടുന്ന ഒരു സൗത്ത് ഇന്ത്യൻ പേപ്പർ, പ്രത്യേകിച്ച് ചെന്നൈ മദ്രാസിലെ പേപ്പർ എന്നുള്ള രീതിയിൽ. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഞാനത് ഹിന്ദുവിൽ എഴുതിയതുകൊണ്ട് വലിയ കാര്യം മധ്യപ്രദേശിൽ ആരും വായിക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാർ വായിക്കുമായിരിക്കും, പക്ഷെ അത് മധ്യപ്രദേശ് സർക്കാർ വായിച്ച അവിടെ ഡിസിഷൻ മേക്കേഴ്സും പോളിസി മേക്കേഴ്സും വായിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം വീണ്ടും കൃഷ്ണസ്വാമിയെ സമീപിച്ച് വാട്ട് ഇസ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്കിന്ന് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലെ ഒരു മാതൃഭൂമി, മനോരമ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ടെലിഗ്രാഫോ ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ചെയ്തിട്ടുള്ളത് അത് പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണസ്വാമി പറഞ്ഞു ഞാൻ എഡിറ്ററായിട്ടും സംസാരിക്കട്ടെ എന്നാണ്. അപ്പോൾ എഡിറ്റർ അന്ന് എനിക്ക് തോന്നുന്നു കസ്തൂരി നരസിംഹരാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കേട്ടുടനെ പറഞ്ഞു നമുക്കത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുക്കാം. ഇന്ത്യൻ എക്സ്പ്രസ്സിന് അവിടെ മധ്യപ്രദേശിൽ ആലോചിക്കണം, അന്ന് ഡയറക്റ്റ് റൈവൽസ് അല്ലെങ്കിലും ചെന്നൈയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് എഡിഷനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ കോമ്പറ്റീറ്റേഴ്സ് ആണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു ദിവസം തമിഴ്നാട്ടിൽ ഭയങ്കരമായ മഴയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പ്രസ് വെള്ളത്തിനടിയിലായപ്പോൾ ഇതേ എഡിറ്റർ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഹിന്ദുവിൽ അച്ചടിക്കാനുള്ള അനുവാദവും കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൊടുക്കുപോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ഒരു പരസ്പര റെസ്പെക്റ്റ് എന്നുണ്ട്. ഇന്ന് ഉള്ള റെസ്പെക്റ്റ് വില കൂട്ടുന്നതിൽ മാത്രമാണ് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, വേറെ ഒന്നിലും റെസ്പെക്റ്റ് അങ്ങോട്ടും കൊടുക്കാറില്ല. അപ്പോൾ കൃഷ്ണസ്വാമി എഡിറ്റർ അങ്ങനെ സമ്മതിക്കുകയും ഇദ്ദേഹം ആ ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ് നമുക്ക് ഇന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. മാതൃഭൂമിയിലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അത് പക്ഷേ മനോരമയിൽ അദ്ദേഹം പുറത്തു പോയിട്ട് ഫേസ്ബുക്കിൽ ഇട്ട ശേഷമാണ് ഒരു മന്ത്രിയെക്കുറിച്ചുള്ള കേസ്. അത് ഇങ്ങനെ കൊളാബറേഷൻ അല്ല. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിഷ് ചെയ്യുകയും മധ്യപ്രദേശ് ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുകയും, അത് മാത്രമല്ല BRP ഭാസ്കർ ആ ലേഖനം ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം 2000-ന് ശേഷം ഏഷ്യാനെറ്റിൽ അദ്ദേഹം ആയിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു കറസ്പോണ്ടൻ്റ് ആ ഗ്രാമത്തിൽ എന്തോ കാര്യത്തിന് പോയിട്ട് ഷീഡയുടെ സ്റ്റോറി എന്നിട്ട് എന്തുമാത്രം പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു മലയാളി സൊസൈറ്റി അവിടെ, അത് തീർച്ചയായിട്ടും BRP ഭാസ്കറിന് മുഴുവൻ ക്രെഡിറ്റ് പോകേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലിൽ നിന്ന് എക്സ്പ്രസ്
പബ്ലിഷ് ചെയ്യാൻ കാണിച്ച സന്നദ്ധതയും ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ജേർണലിസ്റ്റിന് നഷ്ടപ്പെട്ടു പോയെന്നാൽ വീണ്ടെടുക്കേണ്ടുന്ന ചില മൂല്യങ്ങളാണ്. അപ്പോൾ ഈ ഉദാഹരണം ഇതിന് ഒന്നോ രണ്ടോ ഉദാഹരണം ഉണ്ട് ഇങ്ങനെ കൊളാബറേഷൻ. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്നുള്ളത് ജോർജ് ഫെർണാണ്ടസ് ലൈല കബീറിനെ കല്യാണം കഴിച്ച് ഹണിമൂണിന് മധുവതിന് വന്നത് വീരേന്ദ്രകുമാറിൻ്റെ തോട്ടത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് മനോരമയിലെ തോമസ് ജേക്കബ് സാർ അറിഞ്ഞ് വീരേന്ദ്രകുമാറിനെ വിളിച്ച് ചോദിച്ചു ശരിയാണോ? ആ വീരേന്ദ്രകുമാറും ശരിയാണ്. അപ്പം ഇദ്ദേഹം തോമസ് ജേക്കബ് സാർ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിക്കട്ടെ, ഞങ്ങൾക്കൊരു വാർത്ത ചെയ്ത് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വീരേന്ദ്രകുമാർ നിങ്ങൾക്ക് അയക്കാം, പക്ഷേ ഞാൻ മാതൃഭൂമിയുടെ എഡിറ്ററും കൂടെ ആണ് എന്ന് ഓർക്കണം. അപ്പോൾ അത് ഐ നോ യു വിൽ പ്ലേ ഫെയർ എന്നും പറഞ്ഞ് തോമസ് ജേക്കബ് സാർ ഒരു ഫോട്ടോഗ്രാഫർ അയക്കുകയും പിറ്റേ ദിവസം മനോരമയിൽ മാത്രമാണ് ആ വാർത്ത വന്നത്. അതൊരു സ്കൂപ്പായിരുന്നു മനോരമയുടെ. അപ്പോൾ അത് വീരേന്ദ്രകുമാറിൻ്റെ ആ ഒരു പത്രധർമ്മത്തിൻ്റെ റെസ്പെക്റ്റാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് റിപ്പോർട്ടർ വിളിച്ച് പറഞ്ഞു മനോരമ എൻ്റെ വീട്ടിൽ ഒന്നും ചെയ്യുന്നുണ്ട്, നീ ഉടനെ അവർ ചെയ്യും മുമ്പ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്തില്ല. അങ്ങനെ ഒരു കൊളാബറേഷൻ ഒരു ഉണ്ട്. പിന്നൊരു ഇതുള്ളത് 2006 ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ജഡ്ജിയുടെ അപ്പോയിൻമെൻറ്റ് പ്രസിഡന്റ്, എനിക്ക് അന്നോണ്ട് അബ്ദുൽ കലാം ആയിരുന്നു പ്രസിഡന്റ്, അദ്ദേഹം തടഞ്ഞു വെച്ചു. അന്ന് ഈ ജഡ്ജിൻ്റെ ഇതൊക്കെ തടഞ്ഞു വയ്ക്കാമെന്ന് വളരെ ഈ കഴിഞ്ഞ 10 വർഷത്തിന് എല്ലാ അപ്പോയിൻമെൻറ്റും തടഞ്ഞു വയ്ക്കുന്നത് അന്നല്ല, അത് വളരെ അപൂർവമായ സംഭവമായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു റീതു സരിൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ സെല്ലിൻ്റെ ചീഫ് റിപ്പോർട്ടർ, അവർ ആ സ്റ്റോറി കൊണ്ടുവന്ന് ദേ വർ എബൌട്ട് ടു പ്രിന്റ് ഇറ്റ്. പക്ഷേ അന്ന് രാത്രി ആ സമയത്താണ് ഡൽഹിയിൽ ജെയിൻ എന്ന് പറഞ്ഞൊരു ജസ്റ്റിസ് ജെയിൻ എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതായത് സുപ്രീം കോടതിയിലുള്ള അപ്പോയിൻമെൻറ്റ് തടഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് ഡൽഹിയിൽ നമുക്ക് ഓർമ്മയാണ് ഈ ഒരുപാട് ഇല്ലീഗൽ കെട്ടിടങ്ങൾക്ക് അതൊരു ക്രാക്ക് ഡൗൺ ഒരു കോടതി ഓർഡർ ഇട്ടായിരുന്നു. ആ കോടതി ഓർഡർ ഇട്ട ജഡ്ജി ജെയിനാണ്. അത് മാത്രമല്ല അന്ന് വൈകുന്നേരം കഴിഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എനിക്ക് തോന്നുന്നു കുത്തബ് മിനാറിന് അടുത്തുള്ളൊരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസ്, എഡിറ്റോറിയൽ ഓഫീസ്, ഒരു ബിൽഡിങ് ഈ ക്രാക്ക് ഡൗണിനകത്ത് ഈ ലിസ്റ്റിനകത്തുണ്ട്, ഈ ബ്ലാക്ക് ലിസ്റ്റ്, അതായത് ഇല്ലീഗലായിട്ടുള്ള ഇതാണെന്ന് അവർ ലീസ് എടുത്താണ്. പക്ഷേ ആ ബിൽഡിങ് ആ ബിൽഡിങ്ങിന് അടച്ചുപൂട്ടേണ്ടി വരും. അപ്പോൾ അവിടെ അവർക്ക് പെട്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് മനസ്സിലായത് നമ്മൾ ഈ സ്റ്റോറി ക്യാരി ചെയ്യുകയാണെങ്കിൽ അത് കണ്ടന്റ് ഓഫ് കോട്ട്, അത് ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ദാറ്റ് ഈ ജഡ്ജ് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസ് പൂട്ടിയതുകൊണ്ട് ഞങ്ങളത് ഈ സ്റ്റോറി ക്യാരി ചെയ്യുകയാണെന്ന്. അപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കൂല. അങ്ങനെയല്ല, ശരിക്കും ഇറ്റ്സ് എ പ്യൂർ കോയിൻസിഡൻസ്. അപ്പോൾ അങ്ങനെ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ എന്ത് ചെയ്യണം എന്നുള്ളത് അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റർ ശേഖർ ഗുപ്ത ഹിന്ദുവിലെ എൻ റാമിനെ വിളിച്ചപ്പോൾ അന്ന് മണിശങ്കർ അയ്യരുടെ മകളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് വൈകുന്നേരം. അപ്പം രാം പറഞ്ഞു നമുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശേഖർ ഗുപ്ത അപ്പോഴേക്കും എക്സ്പ്രസ് സ്റ്റോറി എഴുതി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പ്രിൻ്റ് ഔട്ട് പോക്കറ്റിലിട്ട് ആ കല്യാണത്തിൽ വെച്ച് അദ്ദേഹം ആരും കാണാതെ ഈ റിപ്പോർട്ട് റാമിന് പാസ് ചെയ്യുകയും പിറ്റേ ദിവസം ഹിന്ദു അത് വളരെ വളരെ പ്രാധാന്യത്തോടെ അവരുടെ ഫ്രണ്ട് പേജിൽ ആ സ്റ്റോറി ക്യാരി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു വാർത്ത മറ്റൊരു മഹാനായ എഡിറ്റർ അതിൻ്റെ ന്യൂസ് വാല്യൂ കൊണ്ട് പബ്ലിഷ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, പ്യൂർലി വോളണ്ടറി. BRB ഭാസ്കർ അതായത് ജനങ്ങളെ സമൂഹത്തിനുള്ള അദ്ദേഹത്തിന് സാമൂഹ്യ ബോധ്യമാണ്. എനിക്കവരെ സഹായിക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ പത്രത്തിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്രം ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ജനങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടാകട്ടെ എന്ന് കരുതി സാക്രിഫൈസ് ചെയ്ത ഒരു സംഭവം. ഇത് ഞാൻ പറയാൻ കാര്യം, ഇത്രയും നാളിൻ്റെ ഇടയിൽ ഞാൻ 34 വർഷമായിട്ട് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ ഇന്ത്യൻ ഓൺലൈൻ സ്പേസിൽ അഭൂതപൂർവമായ കൊളാബറേഷനാണ് നടന്നത്. എസ്പെഷ്യലി അത് എനിക്ക് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്ന മലയാളത്തിൽ നിന്നുള്ള ധന്യ രാജേന്ദ്രൻ എഡിറ്റർ ഇൻ ചീഫായിട്ടുള്ള ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി ഡൽഹിയിലെ, സ്ക്രോള്, കാരവൻ, വയർ, ഇവരെല്ലാവരും അഭൂതപൂർവമായ കൊളാബറേഷൻ. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭയം കൊണ്ട് തന്നെയാണ് അങ്ങ് ചെയ്തത്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ വാഷിങ്ടൺ പോസ്റ്റ് ഈ വാട്ടർ ഗേറ്റിന് മുമ്പായിട്ട് പെൻറ്റഗൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് വളരെ ക്രിട്ടിക്കൽ, അമേരിക്കൻ മീഡിയയൊക്കെ വളരെ ക്രിട്ടിക്കൽ ഒരു ഇതായിരുന്നു. ഈ US ആർമിയെ കുറിച്ചുള്ള പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കോർട്ട് ന്യൂയോർക്ക് ടൈംസിനെ തടഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് വാഷിങ്ടൺ പോസ്റ്റ് കളിക്കാൻ തുടങ്ങി. വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു ടെമ്പററി ഇഞ്ചക്ഷൻ വന്നപ്പോൾ 17 പേപ്പേഴ്സ് പിറ്റേ ദിവസം അത് ഒരു ഭയം കൂടാതെ ക്യാരി ചെയ്തുള്ള ഒരു കൊളാബറേഷൻ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അന്ന് ഇന്ത്യക്ക് റോളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട്സ് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാം, നമ്മൾ കണ്ട ഇലക്ഷൻ റിസൾട്ടിൽ ഇവരൊക്കെ ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ BRPയുടെ റെലവൻസ് ഇതിനകത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓരോ പേജ് വായിക്കുമ്പോൾ നമുക്ക് റെലവൻസ് വരും. അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങളെല്ലാം വീണ്ടും പോയി വായിക്കുന്ന പത്രപ്രവർത്തനം അല്ലെങ്കിൽ അപ്പം നമുക്ക് കാണാത്ത, നമ്മൾ പണ്ട് വായിച്ച കാര്യങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അറിയാത്ത റെലവൻസും അറിയാത്ത ആംഗിൾസും അറിയാത്ത ഇമ്പാക്റ്റും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് പലപ്പോഴും മിക്കവാറും ഓൾമോസ്റ്റ് ഓൾവേസ് ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. നിങ്ങൾക്ക്
എല്ലാവരും എന്നെ അനുസരിച്ചതിൽ നന്ദി. താങ്ക് യു വെരി മച്ച്.